ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അത് നമ്മൾ ഗാന്ധിജിയാണ് ചെയ്യുന്നത്. ബോട്ടിൽ ഏത് ബോട്ടിലായാലും മതി. ഇതിപ്പോൾ ഒരു ഗ്രീൻ ബോട്ടിൽ വെളിയിൽ റോഡരികിൽ കിടന്നൊരു ബോട്ടിലാണ് ഞാൻ എടുത്തുകൊണ്ട് വന്ന് അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നത്. ഇനി അതിലൊരു ഗാന്ധിജിയെ ഞാനത് സ്കെച്ച് ചെയ്യുന്നത് നമ്മുടെ സാധാരണയുള്ളൊരു സ്കെച്ച് പെൻ, ബ്ലാക്ക് സ്കെച്ച് പെൻ വെച്ചാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഇതിപ്പം ഔട്ട്ലൈൻ അറിയാൻ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഫ്ലവർ ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ബോട്ടിൽ ആർട്ടുകൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് തീംസുകൾ നമ്മൾ ഉള്ളത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ബോട്ടിൽ സിമ്പിളായിട്ടുള്ളൊരു പ്ലെയിൻ ബോട്ടിലാണ്. വളരെ എളുപ്പം നമുക്ക് ചെയ്യാം. പോർട്രേറ്റ് തന്നെ അത് ചെയ്യണമെന്നില്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോർട്രേറ്റ് ഈ ഒരു ബോട്ടിലിൽ ചെയ്ത് നോക്കിയത്. പക്ഷേ ഞാൻ ഔട്ട്ലൈൻ ഇട്ട് അത് സ്ലിപ്പായി പോണ്. കളർ വെച്ച് ചെയ്തപ്പോൾ തന്നെ അത് സ്ലിപ്പായി പോവുകയായിരുന്നത്. കുറച്ച് ബുദ്ധിമുട്ടി കേട്ടാ. ആ ഒരു വൈറ്റ് കളറിട്ട് ആദ്യമേ ഞാനൊരു സ്കെച്ച് ഇട്ട് ഔട്ട്ലൈൻ ഇട്ട് കണ്ടില്ലേ. അതിനു ശേഷം വൈറ്റ് അക്ലിക് കളർ യൂസ് ചെയ്ത് അത് കളർ ചെയ്ത് ആദ്യത്തെ ഒരു കോട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിന് ശേഷമാണ് രണ്ടാമത് ഒന്നും കൂടി അതിൻ്റെ മുകളിലോട്ട് ഇതെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഔട്ട്ലൈൻ, ഗാന്ധിജിയുടെ ഫേസ് എളുപ്പത്തിൽ ഔട്ട്ലൈൻ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. ഔട്ട്ലൈൻ എന്ന് വെച്ചാൽ 2020 എഴുതുമ്പോൾ നമുക്കൊരു ഔട്ട്ലൈൻ കിട്ടും. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ഔട്ട്ലൈൻ കിട്ടും. ആ ഒരു ഔട്ട്ലൈനിൽ ഡാർക്കും ലൈറ്റും ആ ഒരു ഷെയ്ഡ് അനുസരിച്ചാണ് ഡാർക്കും ലൈറ്റും, വൈറ്റും ബ്ലാക്കും മാത്രമാണ് യൂസ് ചെയ്തത്. അപ്പം പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഔട്ട്ലൈൻ ചെയ്തെടുക്കാൻ പറ്റും. അത് ചെയ്തതിന് ശേഷം പിന്നെ ഇത് ലീഫ് കൊണ്ട് ബാലൻസ് ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ലീഫ് കൊണ്ട് അത് ഷെയ്ഡ്. ഈ ഒരു ലീഫ് എന്ന് പറയുന്നത്, ഇലയെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഫ്ലവറിൻ്റെതാണ്. തറ പറ്റി നിൽക്കുന്ന ഒരു ഫ്ലവർ, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു ലീഫിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരു ഞരമ്പ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ സാരിയിൽ പ്രിൻറ്റ് ചെയ്യാം, അതുപോലെ കർട്ടൻ പ്രിൻറ്റ് ചെയ്യാം, അതുപോലെ ടേബിൾ ക്ലോത്തിൽ പ്രിൻറ്റ് ചെയ്യാം. പ്രിൻ്റെന്ന് വെച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് മനോഹരമായിട്ട്. അതിനെ കുറച്ചും കൂടി നമുക്ക് ഡെക്കറേറ്റ് ചെയ്തും എടുക്കാം. വെറുതെ ഒരു ലീഫിൻ്റെ പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് സാരിയിൽ വേണമെങ്കിലും വേറെ മറ്റൊരു ഡിസൈൻ നമുക്ക് വരയ്ക്കാൻ അറിയണമെന്നില്ല. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ലീഫ് പ്രിൻറ്റിങ് സാരിയിൽ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പം ബോട്ടിലാണ്, പക്ഷെ നമുക്ക് സാരിയിലും ചെയ്തെടുക്കാം. പ്രിൻറ്റിങ് നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ വോളിൽ വേണമെങ്കിലും, ബെഡ്റൂമിൻ്റെ വോളുകളിൽ വേണമെങ്കിലും നമുക്ക് വെറുതെ ലൈൻസുകൾ വരച്ചിട്ട്, ഒരു ട്രീയുടെ ലൈൻസുകൾ വെറുതെ സിമ്പിളായിട്ട് വരച്ചിട്ട് ഇതുപോലെ ലീവ്സുകൾ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വേണമെങ്കിലും ഒട്ടിക്കാം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്തതുകൊണ്ട് ഒരായിരം കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ്. ഒരെണ്ണം ചെയ്താൽ ഞാൻ അതേ പൊസിഷനിൽ ഏതിലൊക്കെ അത് ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാമെന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടാണ് അടുത്തടുത്ത് മാറി ഞാൻ ചെയ്തങ്ങ് പോണത്. ഒരെണ്ണം ഒന്നുപോലെ ഇപ്പോൾ സ്പോഞ്ചിൽ നമ്മളൊരു ഡോള് ചെയ്യുകയാണെങ്കിൽ അടുത്ത നിമിഷം തന്നെ അത് സ്പോഞ്ച് മാറ്റി അത് നമ്മുടെ ബാർ സോപ്പിലോട്ട് ചെയ്യാറുണ്ട്. അതുപോലെ എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഒരു ഒരു മൈൻഡ് റിലാക്സിങ് ആണ് ഈ ക്രിയേറ്റിവിറ്റി സ്കില്ലെന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എനിക്ക് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് എന്ത് തന്നെ എത്ര സമയമില്ലെങ്കിലും ഞാനതിന് സമയം കണ്ടെത്തും. അത് തന്നെ ഞാൻ കുട്ടികളോടെയും പറയുന്നത്. നമ്മൾ പഠിത്തം കഴിഞ്ഞ് കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചാൽ ആ ഒരു കൊച്ചുങ്ങൾക്കും അത് അത്രയും ഒരു മൈൻഡ് റിഫ്രഷ്മെൻറ്റ് കിട്ടും. അവർക്ക് അത്രയും ഒരു സന്തോഷം അതിൽ കൂടെ കണ്ടെത്താൻ പറ്റും. കണ്ടില്ലേ, ഇതിപ്പം സിമ്പിളായിട്ട് ഞാൻ ഇതുപോലെ ട്രേസ് മോനടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അവനും ഇതൊക്കെ ഒരു വളരെ കൗതുകമായിട്ടാണ് അവനും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ എന്നോട് ചോദിക്കും, അമ്മ ഇതെന്താ ചെയ്തോന്ന് ചോദിക്കും. ചെയ്ത് കഴിയുമ്പോൾ പറയാം, അമ്മ സൂപ്പറാണെന്ന് പറയും. അവൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യും. ചിലതൊന്നും അവന് ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, ഞാൻ ചെയ്യിപ്പിക്കുക. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു പോയാലോ എന്ന് കരുതി ഞാൻ ചില പെയിൻറ്റിങ്സ് എല്ലാം അവനൊരു ഇടത്തെ കൈ വെച്ചാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അവൻ ആ ഇടത്ത് കൈയാണ് അവനൊരു ഫ്ലുവൻ്റായിട്ട് തോന്നുന്നത്, നമ്മൾ വലത്തെ കൈ യൂസ് ചെയ്യുന്നതിനൊക്കെ. പക്ഷേ കളർ ഒക്കെ ചെയ്ത് പ്രിൻറ്റ് ചെയ്തതിനേക്കാളും എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട്. ആ ഒരു കണ്ടില്ലേ, ഒരു ഗ്രീൻ കളറ് ലൈറ്റ്
ലൈറ്റ്നിങ് അതിൻ്റെ അകത്തൂടെ കാണാൻ പറ്റുന്നു. ഇങ്ങനെ ചെയ്യാനായിരുന്നു ഉദ്ദേശം. പക്ഷേ ചെയ്ത് വന്നപ്പോൾ കുറേ ഡെക്കറേഷൻ ചെയ്യണമെന്ന് തോന്നി. അത് പിന്നെ കളറിന് ഞാൻ ചെയ്ത്. ഇത് ഫുള്ളി പ്രിൻ്റ് മാത്രമാണ്. ആ ഒരു പോർട്രേറ്റിൻ്റെ ആ ഒരു ഗാന്ധിജിയുടെ ഫേസ് അത് 2020 എന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ കൂടെയാണ്. ആദ്യമേ നമ്മുടെ ആ ഒരു ഹെഡിൻ്റെ അവിടെ ഒരു 2 എഴുതിയതിന് ശേഷമാണ് പിന്നെ 0 ഇട്ട് വീണ്ടും ഒരു ചെറിയ 2 ഇട്ട് അത് കംപ്ലീറ്റ് ചെയ്തതാണ് ഈ ഒരു ഫേസ് കട്ട് എന്ന് പറയുന്നത്. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് ഗാന്ധിജിയുടെ കംപ്ലീറ്റ് ആ ഫേസ്. നമുക്ക് എങ്ങനെയാണെന്നൊന്ന് അല്ലെങ്കിൽ ആ ഒരു പിക്ചർ നമ്മൾ അടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം യൂസ് ചെയ്തെടുക്കാവുന്നതാണ് ഗാന്ധിജിയുടെ ഈ ഒരു ഫേസ്. നമുക്കിത് എവിടെ വേണമെങ്കിലും പ്രിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബോട്ടിൽ പോർട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻ്റ് ഉണ്ട്. ഇനി ബോട്ടിലിൽ വേണമെങ്കിലും ഏത് പോർട്രേറ്റ് വേണമെങ്കിലും ആക്ട്രസിൻ്റെയോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ട് ആദ്യമേ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. സ്ലിപ്പായി പോയപ്പോൾ ഞാൻ വിചാരിച്ച കംപ്ലീറ്റ് എൻ്റെ കൈ വിട്ടു പോകുമെന്ന്. പക്ഷേ ഒന്ന് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം വീണ്ടും ഞാൻ ഒന്നും കൂടി അതിൽ കളർ ചെയ്തപ്പം വളരെ സാവകാശം വേണം, കാരണം സ്ലിപ്പായി പോവും. കാരണം നമ്മൾ ബോട്ടിലായതുകൊണ്ട്. ഇനിയെന്ന് വെച്ചാൽ ആ പ്രിൻറ്റ് ചെയ്തതിൽ ഞാൻ കുറച്ച് ഗ്രീൻ കളർ, ഇതിൽ ഗ്രീൻ, ബ്ലൂ, ഓറഞ്ച്, സെഫ്രൻ കളറാണ്. ഇതൊരു ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് അന്ന് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയൊരു ആർട്ടാണ്. അതിനുശേഷം ആ ഒരു ഗ്രീൻ കളർ ചെയ്തതിന് ശേഷം ആ ഒരു സ്പോഞ്ച് കൊണ്ട്, ഈ സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാ കളറും, ഇത് ഞാൻ 4 കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഇങ്ങനൊരു വെറൈറ്റി ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പം അത് ചെയ്തതാണ്. ഇനി അതിൽ സാഫ്രൻ ഓറഞ്ച് കളറിട്ട് അതും അവൻ്റെ അത് സപ്പോർട്ടബിളാണ്, എനിക്ക് നല്ല സപ്പോർട്ടബിളാണ്, ഇനി ഹെൽപ്പ് ചെയ്തുപോലെ. എന്നിട്ട് ഇനി അത് ഓറഞ്ച് കളർ ഇപ്പം തന്നെ ആ ഒരു കണ്ടില്ലേ, നല്ലൊരു ഭംഗിയില്ലേ, ഒരു പ്രത്യേകത തന്നെ തോന്നുന്നുണ്ട്. അതിനുശേഷം ബ്ലൂ കളറ് അതിൽ ആ ഒരു ലീഫിലെല്ലാം അവിടെ ഇവിടെ ഡോട്ടായിട്ട് ചെയ്തതിന് ശേഷം അത് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്പോഞ്ച് കൊണ്ടാണ് കേട്ടോ. സ്പോഞ്ച് തൊട്ട് പതുക്കെ ഓരോ കളറും ഉണങ്ങിയതിന് ശേഷമാണ് മറ്റുള്ള കളർ അതിൽ നമ്മൾ അതിലോട്ട് മിക്സ് ചെയ്ത് ഇടുന്നത്. ഇനിയിപ്പോൾ ആ കളറിങ് 3 സെക്ഷനും കഴിഞ്ഞതിന് ശേഷം ഗ്ലിറ്റേർഡ് പൗഡറാണ്. അത് 3-4 കളറിൽ നമുക്കിതുപോലെ കംപ്ലീറ്റ് അത് വാങ്ങിക്കാൻ കിട്ടും പല കളറിൽ. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇടാം. ഞാനതിൽ റെഡ് ഇട്ടിട്ടുണ്ട്, ഗോൾഡൻ ചെയ്തിട്ടുണ്ട്, ബ്ലൂ, ഗ്രീൻ, ഇതെല്ലാ കളറും ഞാനിത് പൊടിച്ച് നമ്മളിങ്ങ് ഇട്ടാൽ മതി. തുടങ്ങുന്നതിനും മനോഹരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റി. ഇനി ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ലൈറ്റ്നിങ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് അത് ഒരു പ്രത്യേകതയായിരിക്കും. അതിനി ചെയ്യണം, അത് ചെയ്ത് നോക്കാം. ലാമ്പ്, ചെറിയ LED ബൾബ് നമുക്കിതിൻ്റെ അകത്തോട്ട് ഇട്ടതിന് ശേഷം സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട്, ഏതായാലും വളരെ മനോഹരമായി ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്.